കരുവന്നൂർ കള്ളപ്പണം ഇടപാട് കേസിൽ അന്തിമ കുറ്റപത്രം ഈ മാസം അവസാനത്തോടെ സമർപ്പിക്കാനൊരുങ്ങി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കെ രാധാകൃഷ്ണൻ MPയെ ഇനി ചോദ്യം ചെയ്യേണ്ടതില്ലെന്ന് തീരുമാനമുണ്ട്. കൂടുതൽ CPIM നേതാക്കൾ പ്രതികളായേക്കും. നവമി ദിനേശ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നവമി, ആദ്യം സമർപ്പിച്ച കുറ്റപത്രത്തിൽ CPM നേതാവ് PR അരവിന്ദാക്ഷിനെ പ്രതി ചേർത്താണ്. അതിന് പിന്നാലെ കൂടുതൽ CPMന്റെ പ്രമുഖരായിട്ടുള്ള തൃശ്ശൂരെ പല പ്രമുഖ നേതാക്കളും പ്രതിപട്ടികയിൽ വരുമെന്നാണോ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ തന്നെ കണക്കാക്കാം. എന്തായാലും 8 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിലായിരുന്നു കെ രാധാകൃഷ്ണൻ MPയെ ഇന്നലെ നിന്നും കെ രാധാകൃഷ്ണന്റെ മൊഴി അത് ED വിശ്വാസത്തിലെടുത്ത മട്ടാണ്. ഈ ബാങ്കിൽ ക്രമക്കേട് കെ രാധാകൃഷ്ണൻ അറിഞ്ഞിരുന്നില്ല എന്ന മൊഴി ഇന്നലെ കെ രാധാകൃഷ്ണൻ അത്തരത്തിലായിരുന്നു മൊഴി നൽകിയത്. അത് രീതിയിലാണ്. അതുകൊണ്ട് തന്നെയാണ് ഇനി ചോദ്യം ചെയ്യേണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ആദ്യഘട്ട കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ അരവിന്ദാക്ഷന്റെ പേരുണ്ടായിരുന്നു. എന്തായാലും രണ്ടാമത്തെ അന്തിമഘട്ട കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ കൂടുതൽ CPM നേതാക്കളുടെ പേരുണ്ടാകും, മുതിർന്ന നേതാക്കളുടെ പേരുണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും അത് കോടതിയിൽ സമർപ്പിക്കുമ്പോൾ മാത്രമേ കുറ്റപത്രത്തിൽ ആരുടെയൊക്കെ പേരുകളായിരിക്കും ഉണ്ടാകുക എന്ന് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും CPM മൊയ്തീൻ, MK കണ്ണൻ, MM വർഗീസ് എന്നിവരെയൊക്കെ ED പല ഘട്ടങ്ങളിലായി ചോദ്യം ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അന്തിമ കുറ്റപത്രം സമർപ്പിക്കാനിരിക്കെ ഈ മാസം അവസാനത്തോടുകൂടി തന്നെ കുറ്റപത്രം സമർപ്പിക്കും. ഏതൊക്കെ നേതാക്കളുടെ പേരുകളായിരിക്കും ഉണ്ടാകുക എന്നതാണ് ഇനി നോക്കിക്കാണേണ്ടത്. മറ്റൊന്ന്, സ്ഥാപനങ്ങളും വ്യക്തികളും അടക്കം 56 പേരായിരുന്നു ആദ്യത്തെ കുറ്റപത്രത്തിലെ പ്രതികൾ. CPMന്റേതടക്കം 128 കോടിയുടെ സ്വത്തുക്കൾ ED ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുന്ന സാഹചര്യമാണ്. CPMനെ സംബന്ധിച്ച് വലിയ പ്രതിരോധത്തിലായ ഒരു കേസ് കൂടിയായിരുന്നു കരുവന്നൂരിലെ കള്ളപ്പണ ഇടപാട്. അതിൽ വലിയ വിവാദങ്ങൾ, വലിയ പഴി കേൾക്കലുകളൊക്കെ സർക്കാരും CPMും ഒക്കെ നേരിട്ടിരുന്നു. നവമി, അതായത് ആദ്യ കുറ്റപത്രത്തില് 56 പേരാണ് പ്രതികളായിട്ടുണ്ടായിരുന്നത്. CPMന്റെ അടക്കം 128 കോടിയുടെ സ്വത്തുക്കൾ ED കണ്ടുകെട്ടിയതുമാണ്. ഇനി കേസുമായി ബന്ധപ്പെട്ട് EDയുടെ തുടർ നീക്കങ്ങൾ, ഇനി കൂടുതൽ പേരെ ചോദ്യം ചെയ്യേണ്ടതില്ല എന്ന ഒരു നിഗമനത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അന്തിമ കുറ്റപത്രം ഉടൻ തന്നെ സമർപ്പിക്കും. മറ്റു നീക്കങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമോ EDയുടെ ഭാഗത്ത് നിന്ന്? എന്തായാലും കുറ്റപത്രം സമർപ്പിക്കാനിരിക്കുകയായിരുന്നു ഈ കെ രാധാകൃഷ്ണനെ ഇന്നലെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. അത് 8 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ കെ രാധാകൃഷ്ണനെ ഇനിയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കേണ്ട എന്ന് ED തീരുമാനിച്ചു. എന്തായാലും ഇനി കുറ്റപത്രത്തിൽ ആരൊക്കെയാണ് പ്രതി ചേർക്കുന്നത്, ഏതൊക്കെയാണ് നേതാക്കൾക്കെതിരെയാണ് EDക്ക് തെളിവ് കണ്ടെത്താൻ കഴിഞ്ഞത്, ഇതിലായിരിക്കും പ്രധാനമായും ഇനി കാത്തിരിക്കേണ്ടത്. എന്തായാലും കൂടുതൽ ആളുകളെ ഇനി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്ന സാഹചര്യം കുറവാണ്. എങ്കിൽ പോലും അവസാന ഘട്ടം എന്നോണം കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുൻപ് മറ്റാരെയെങ്കിലും ചോദ്യം ചെയ്യാൻ ED തയ്യാറാകുമോ എന്നാണ് ഇനി നോക്കിക്കാണേണ്ടത്. ഈ ആദ്യത്തെ കുറ്റപത്രത്തിൽ വ്യക്തികളും സ്ഥാപനങ്ങളും അടക്കം 56 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ CPM നേതാവായിട്ടുള്ള PR അരവിന്ദാക്ഷനെയും പ്രതി ചേർത്തിരുന്നു. ഇതിപ്പോൾ അവസാനഘട്ട കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ മറ്റ് നേതാക്കളുടെ പേരുണ്ടാകുമെന്നൊരു സൂചനയാണ് ലഭിക്കുന്നത്. അതിൽ മുതിർന്ന CPM നേതാക്കളായിട്ടുള്ള AC മൊയ്തീനും MK കണ്ണനും MM വർഗീസും ഒക്കെ ചോദ്യം ചെയ്യൽ പല ഘട്ടങ്ങളിലായി ED ചോദ്യം ചെയ്ത സാഹചര്യത്തിൽ കൂടിയാണ് മുതിർന്ന CPM നേതാക്കളുടെ പേര് കൂടി ഇനി അന്തിമഘട്ട കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ അതിൽ പ്രതി ചേർക്കാനുള്ള ഒരു സാധ്യതയും കൂടി മുന്നിലുണ്ട്. എന്തായാലും കുറ്റപത്രം ഈ മാസം അവസാനത്തോടുകൂടി സമർപ്പിക്കും. അതിനുശേഷം മാത്രമേ നമുക്ക് കൂടുതൽ ഇതിൽ ആരൊക്കെയാണ് കൂടുതൽ പ്രതികളെന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ